ನಿನ್ನೆ ಬಿಡುಗಡೆಗೊಂಡಂಥ ಅಲ್ ಮದನಿ ಪುಸ್ತಕವು ತಾವೆಲ್ಲರೂ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದೆ. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. العظيم القدرة والشان. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدي يا رسول الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا خير ما جزى نبيا عن أمته. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. صدق الله مولانا العظيم. ഈ രണ്ട് ഫാനും ആവശ്യമുണ്ടോ? ഭയങ്കര ഫാന്, കൊടുങ്കാറ്റ് അല്ലേ? ഫാൻ രണ്ട് വേണ്ടാന്ന് തോന്നുന്നു. ആദരണീയരായ ഉലമാക്കൾ, സ്നേഹം നിറഞ്ഞ മുഅ്മിനുകൾ, ഖുതുബുസ്സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറുഹു അവരുടെ ഉറൂസിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടൊരു ചരിത്രം, പതിറ്റാണ്ടുകളായി നാം കണ്ടുവരുന്ന ഉറൂസുകൾ, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുഹു അവർകൾ തുടക്കം മുതൽ അവസാനം വരെ സ്റ്റേജിലിരുന്നു കൊണ്ട് നടന്നിരുന്ന വഅളുകൾ, ആ ചരിത്രമാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. താജുൽ ഉലമയുടെയും ഖുറത്തു സാദാത്തിന്റെയും ആത്മീയമായ നേതൃത്വം, അവരുടെ നോട്ടവും ഇവിടെ നാം കാണുന്നുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സാഹിദുകൾ, ഔലിയാക്കൾ ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിക്കുകയും ആളില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് താമസമാക്കുകയും
അവിടെ ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്കാവശ്യമായ മറ്റു നിർദ്ദേശങ്ങൾ നൽകുകയും അവരുടെ ജീവിതം വിജയിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യ രാജ്യത്ത് ഈ പടിഞ്ഞാറൻ തീരപ്രദേശത്ത്, അറബിക്കടലിന്റെ തീരം, അങ്ങ് ഗുജറാത്ത് കാണ്ട്ല പോർട്ട് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ, കേപ്പ് കോമറിൻ വരെയും ഉള്ള ഈ പടിഞ്ഞാറൻ ഭാഗം, അതുപോലെ അവിടെ നിന്ന് കിഴക്കു ഭാഗത്തുകൂടെ വടക്കോട്ട് നീങ്ങിയാൽ കൊൽക്കത്ത വരെയുള്ള ബംഗാൾ ഉൾക്കടലിന്റെ തീരം, ഈ തീരപ്രദേശത്തെല്ലാം ഒരുപാട് ചരിത്ര സ്ഥാനങ്ങളും സ്മാരകങ്ങളും നമുക്ക് കാണാൻ കഴിയും. ബന്ദറിലും കുന്താപുരത്തും ഭട്കലിലും അങ്ങനെ അലിബാഗ്, സഞ്ജീറ, ബോംബെ, മാഹിം തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹത്തുക്കളെ പിൽക്കാലക്കാർക്ക് സ്മരിക്കാൻ വേണ്ടിയാണ് അവരുടെ അടുത്ത് ചെന്ന് അവർക്കൊരു ഫാത്തിഹ ഓതി, യാസീൻ ഓതി, അതിലൂടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള മഖാമുകൾ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഗുജറാത്തിൽ അഹമ്മദ് ഷായുടെ കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ അഹമ്മദ് ആബാദ് എന്ന് പറയുന്ന പട്ടണത്തിൽ 400 മദ്രസകളാണ് ഉണ്ടായിരുന്നത്. അറബിക് കോളേജുകളെന്നോ ദർസുകളെന്നോ നമ്മൾ പറയുന്ന രീതിയിലുള്ള 400 സ്ഥാപനങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. സൂററ്റിലും ബറൂച്ചിലും അതുപോലെ ബാബാഗോർ, അങ്കിലേശ്വർ എന്ന് പറയുന്ന സ്ഥലം, ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ വലിയ മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ, വലിയ കർമ്മശാസ്ത്ര വിദഗ്ധന്മാർ, ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള ആളുകൾ. ബോംബെയിലെ മാഹിം ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ദൂം ഷാ മുഹായിമി, അവര് 20 ഗ്രന്ഥങ്ങൾ ശാഫിഈ മദ്ഹബിൽ തന്നെ രചിച്ചിട്ടുണ്ടായിരുന്നു. ഫിഖ്ഹെ മഹ്ദൂമി എന്ന് പറയുന്ന വളരെ ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള കിതാബ് മുതൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ വരെ അക്കൂട്ടത്തിലുണ്ട്. അവയിലേറെ ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു ഈ കഴിഞ്ഞ മാസം വിട പറഞ്ഞ കല്യാണിലെ മൗലാന ഇസ്മത്ത് ബൊബേരെ. അള്ളാഹു അവരുടെ ഖബറിടം പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മഖ്ദൂം ഷാ മുഹായിമിയുടെ തഫ്സീർ തബ്സീറുൽ മന്നാൻ വ തയ്സീറുർ റഹ്മാൻ ഫി തഫ്സീരിൽ ഖുർആൻ, 2 വോള്യമുള്ള ആ കിതാബ് ഇബ്നു അറബി സാനി എന്ന പേര് അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. അത്രയും ഫിലോസഫിക്കലായി അഖീദയെ സമർത്ഥിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ആണത്. അവരുടെ പ്രധാന ശിഷ്യനായിരുന്നു കർണാടകയിലെ ഭട്കൽ പ്രദേശത്തുള്ള ഇസ്മായിൽ മഖ്ദൂം എന്ന് പറയുന്ന മഹാൻ. അവർക്കും ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അവരുടെയൊക്കെ സേവന ഫലമായിട്ടാണ് ഭട്കൽ എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം, ധാരാളമായി മുസ്ലിംകൾ അധിവസിക്കുന്ന, ഇസ്ലാമിക സംസ്കാരം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മംഗലാപുരം ലോകപ്രശസ്ത സഞ്ചാരിയായിരുന്ന ഇബ്നു ബത്തൂത്ത പറയുന്നത്, അദ്ദേഹത്തിന്റെ സഞ്ചാരകാലത്ത് മംഗലാപുരത്ത് വന്നപ്പോൾ 20-ലേറെ വിദ്യാലയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
മദ്രസകൾ എന്നാണ് ആ കാലഘട്ടത്തിൽ പറയുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വെവ്വേറെ സ്ഥാപനങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിവരം അനുസരിച്ച് മംഗലാപുരത്തുള്ള ജനങ്ങൾ മുഴുവനും ഖുർആൻ ഹാഫിദുകളായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഖുർആൻ ഓദിച്ചു നോക്കി 30 ജുസും ഹിഫ്ദുണ്ടോ എന്ന് പരിശോധിച്ചിട്ടല്ലല്ലോ എഴുതുന്നത്. അവിടുന്ന് അദ്ദേഹത്തിന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എല്ലാവരും പൂർണ്ണ ഹാഫിദുകളാകുന്നതും വിദൂരത്തല്ല. അല്ലെങ്കിൽ കണ്ടവരൊക്കെ ധാരാളം സൂറത്തുകൾ ഓതുന്നുണ്ട്. യാസീനും അൽ കഹ്ഫും അൽ ബഖറയും അതുപോലെ അമ്മ ജുസിന്റെ സൂറത്തുകളൊക്കെ ഓതുന്നത് കണ്ടപ്പോ ഇവിടെയുള്ള ആളുകളെല്ലാം ഹിഫ്ലാക്കാറുണ്ട് എന്ന് പറഞ്ഞതും ആവാം. ഇപ്പൊ ലിബിയ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലിബിയയിൽ 70 ലക്ഷം ജനങ്ങളുള്ളതിൽ 18 ലക്ഷം ആളുകളും ഹാഫിദുകളാണ്. അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് ഇസ്ലാമിക ലോകത്ത് വലിയ പ്രാധാന്യം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഈജിപ്തിലെ ചില മുഹാഫിദുകൾ സമ്പൂർണമായ ഹാഫിദുകളായ ചില സന്ദർഭങ്ങളൊക്കെ നാം വായിച്ചിട്ടുണ്ട്. അതുപോലെ ഉസ്മാനി ഖാലിഫേറ്റിന്റെ പട്ടാളത്തിലെ ചില കമ്പനികൾ, ഹാഫിദുകൾ മാത്രമുണ്ടായിരുന്ന കമ്പനികൾ, സയ്യിദന്മാർ മാത്രം ഉണ്ടായിരുന്ന ട്രൂപ്പുകൾ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ പാരമ്പര്യം ഉള്ള സ്ഥലം തന്നെയാണ് മഞ്ചരൂർ എന്ന് പറയുന്നത്. മഹാനായ താജുൽ ഉലമ പല പ്രസംഗങ്ങളിലും പല സ്റ്റേജുകളിലും വളരെ ആവേശപൂർവ്വം പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. മലൈബാർ മിൻഹ പാക്കളൂർ വ മഞ്ചരൂർ വ ജർഫത്തൻ. മലൈബാർ എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം അല്ല. മഞ്ചരൂർ മംഗലാപുരം, പാക്കളൂർ ബട്കൽ, ജർഫത്തൻ ചെറുപട്ടണം. ചെറുപട്ടണം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കിഴക്കുഭാഗത്തുള്ള ഇരിക്കൂർ പോലെയുള്ള ആ പ്രദേശങ്ങളാണ്. വലപട്ടണം, വലിയ പട്ടണം, ചെറുപട്ടണം, ചെറിയ പട്ടണം, അങ്ങനെയാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഗുജറാത്ത് വരെയുള്ള പ്രദേശങ്ങൾക്ക് ചില കിതാബുകളിൽ മലൈബാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോംബെയിൽ മലൈബാർ ഹില്ലുണ്ട്. മലബാർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മലയിൽ അധിവസിക്കുന്ന ആളുകൾ എന്നാണ്. കോക്കൺ, കൊഹ്, കുൻ. കൊഹ് എന്ന് പറഞ്ഞാൽ മല എന്നാണ് അർത്ഥം. കുൻ എന്ന് പറഞ്ഞാൽ ബാരി, മലവാരി. അത് തന്നെയാണ് കോക്കൺ എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിൽ. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഉള്ളാൾ പ്രദേശം. ഇനി ഇവിടെ നിന്ന് തെക്കോട്ട് പോയാലും ഇതുപോലെയുള്ള ചരിത്രം പറയാനുണ്ട്. അതിന് വേറെ ഒരു ദിവസം നമുക്ക് കാണേണ്ടി വരും. ഓരോ പ്രദേശത്തിനും വലിയ വലിയ ചരിത്രങ്ങൾ ഉണ്ട്. ഉള്ളാൾ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇല്ലാത്ത ആളല്ല, ഉള്ള ആൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു താജുൽ ഉലമയുടെ പടയോട്ടം. ഈ ഒരു പ്രദേശത്ത് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ മദീനയിൽ നിന്ന് വന്നതാണല്ലോ. അങ്ങനെയുള്ള ഈ സഞ്ചാരികൾ കേവലം സഞ്ചാരമല്ല, ഓരോ സഞ്ചാരത്തിലും വലിയ പ്രകാശത്തിന്റെ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആളുകൾ. അവര് ആ നാടിനെ പ്രകാശിപ്പിച്ചു എന്നതാണ്. അവർ ആ നാടിനെ മുഴുവനും പ്രകാശിപ്പിച്ചു. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യനും ഒരു ജന്തുവാണ്. ധാരാളം ജന്തുക്കൾ ഇവിടെയുണ്ട്. 4 കാലിൽ നടക്കുന്ന ജന്തുക്കളുണ്ട്, 2 കാലിൽ നടക്കുന്ന ജന്തുക്കളും ഉണ്ട്, ഇഴഞ്ഞു നടക്കുന്ന ജന്തുക്കളും ഉണ്ട്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ജന്തുവിന്റെ പ്രത്യേകത എന്താണ്? അത് നാത്തിഖാണ്, വിവേകം ഉള്ള ജീവിയാണ്.
ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ. ജീവൻ നാലുകാലുള്ള ജീവികൾക്കും ഉണ്ട്. അതുപോലെ സസ്യലതാദികൾക്ക് ജീവനുണ്ട്. പ്രകൃതിയിൽ കാണുന്ന ഇതിനെല്ലാം ജീവനുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും ആ കാര്യത്തെ തെളിയിക്കുന്നുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന്. തുർക്കിയിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ന്യൂയോർക്ക്, അമേരിക്കയിലെ ന്യൂയോർക്കിലൂടെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ ദിക്റും ചൊല്ലിക്കൊണ്ട് നടക്കുന്നുണ്ട്. ദിക്ർ മനസ്സുകൊണ്ടാവാം, നാവുകൊണ്ട് കൂടി ദിക്ർ ചൊല്ലിയാൽ അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ട്. മനസ്സിൽ വേറെ എന്തോ ചിന്തയായിട്ട് നാവുകൊണ്ട് ദിക്ർ ചൊല്ലിയാൽ അതിന്റെ ഫലം വളരെ കുറവാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മോർണിംഗ് വാക്കിൽ ജോഗിങ് ചെയ്തുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കുന്നു. അദ്ദേഹത്തോട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ദിക്ർ ചൊല്ലുന്നത്? ഏതെങ്കിലും മസ്ജിദിന്റെ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ റൂമിനുള്ളിലിരുന്ന് സ്വസ്ഥമായി ദിക്ർ ചെയ്യുകയല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ്, വളരെ ചിന്തോദീപകം ആണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ നടക്കുന്ന വഴിയിൽ ചൊല്ലുന്ന ദിക്റുകളെല്ലാം കാണാനും സാക്ഷി നിൽക്കാനും ഒരുപാട് മരങ്ങളുണ്ട്, ചെടികളുണ്ട്, ഇലകളുണ്ട്, കായ്കളുണ്ട്, പൂക്കളുണ്ട്. ഇവയെല്ലാം എൻ്റെ ദിക്റുകൾ സാക്ഷി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഈ ഒരു അമലിന് ഒരുപാട് ആളുകളെ സാക്ഷിയാക്കിയാൽ അവരുടെ ഒരു പ്രാർത്ഥന കൂടി എനിക്ക് ലഭിക്കും. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ചെടികളുടെ അടുത്തുകൂടൊക്കെ നടന്നപ്പോൾ I got all of these species are glorifying Allah. ഇതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വടി വെട്ടാൻ കഴിയുന്നില്ല. ഒരു വടി വെട്ടുമ്പോ ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹ് ഇത് ദിക്ർ ചൊല്ലുന്നതാണല്ലോ, ഇതെന്തിനു വെട്ടണം എന്ന് ചിന്തിക്കും. അപ്പൊ ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം തന്നെ ഒരു മനുഷ്യനെ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയിലുള്ള കാര്യങ്ങൾ മുഴുവനും അവന് ആ നിലക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഭൗതികമായ ചിന്ത മാത്രമുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നു, അവൻ മരിക്കുന്നു, അതോടുകൂടി അവന്റെ കാര്യങ്ങൾ അവസാനിക്കുന്നു. ഭൂമിയിലുള്ളതൊന്നും തന്നെ അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതൊന്നുമല്ല. അത് ഒന്നുകിൽ ഓൺ ചെയ്യണം, രാജാവാകണം, അല്ലെങ്കിൽ അത് വില കൊടുത്തു വാങ്ങിയിട്ട് മുതലാളിയാവണം, അതിന്റെ ഓണർഷിപ്പ് എടുക്കണം, തിന്നാൻ കഴിയുന്നത് തിന്നണം, മരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ഫർണിച്ചറുകൾ ഉണ്ടാക്കി അത് ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ ഉപയോഗങ്ങൾ എടുക്കണം. കവുങ്ങാണെങ്കിൽ അടക്ക പറിച്ചിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കണം, തെങ്ങിൽ നിന്ന് തേങ്ങയെടുക്കണം, അതിൻ്റെ ഓലകൾ എടുത്തിട്ട് പന്തല് കെട്ടണം. ഇങ്ങനെ ഭൗതികമായ അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഓണർഷിപ്പും അതുമാത്രമേ ഭൗതികവാദികൾ കാണുകയുള്ളൂ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിലും അവന് വലിയ പാഠങ്ങൾ ഉണ്ട്. അല്ലാഹു തആല സൃഷ്ടിച്ച മരങ്ങളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? തെങ്ങ്, കവുങ്ങ്, ഈന്ത്, ഈത്തപ്പന, കൊടപ്പന, ആനപ്പന, കരിമ്പന, ഇങ്ങനെ ഒരുപാട് പനകളുണ്ട്. അംബ്രല പാം, എലിഫന്റ് പാം, ഡേറ്റ്സ് പാം, റെഡ് പാം, ഗ്രീൻ പാം, ഈ ഒറ്റത്തടിയുള്ള മരങ്ങളെല്ലാം
തൗഹീദിനെ സൂചിപ്പിക്കുന്നതാണ്. അള്ളാഹു ഒരുവനാണ് എന്ന് പറയുന്നതാണ്. അതുപോലെ ധാരാളം ശിഖരങ്ങളുള്ള മരങ്ങൾ, അത് ഈ ഉമ്മത്ത് വലിയൊരു വടവൃക്ഷമാണ്. ഒന്നിൽ നിന്നാണ്, ആദമിൽ നിന്നാണ് ഇതെല്ലാം പടർന്നു പന്തലിക്കുന്നത്. ശിഖരങ്ങളായും ശാഖകളായും ചെറിയ ചെറിയ കൊമ്പുകളായും അതിന് ചില്ലകളായും അതിൽ ഇലകളായും പോകുന്നത്. ആദം അലൈഹിസ്സലാമിൽ നിന്ന് എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത് എന്ന്, മനുഷ്യലോകം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം അടയാളപ്പെടുത്തുന്നതാണ്. ഒരു റോസാപ്പൂവ് ഒരു മുസ്ലിമിന്റെ കയ്യിൽ കിട്ടിയാൽ, സാധാരണ മനുഷ്യർക്ക് റോസാപ്പൂവ് എന്തിനുള്ളതാ? അതൊരു ചുവന്ന നല്ലൊരു പൂവാണ്, അതിന് നല്ല മണമുണ്ട്, ഖലാസ്. അതിൽ നിന്ന് തൈലം എടുക്കാം, റോസ് വാട്ടർ ഉണ്ടാക്കാം. ആ റോസിന്റെ മഹത്വം എത്രയാണ്! ഒരാൾക്ക് അത് കൊടുക്കുന്ന പക്ഷം ആ റോസാപ്പൂവ് സന്തോഷത്തിന്റെ ഒരു അടയാളം ആണ്, സ്നേഹം കാണിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. സയ്യിദ് മഷ്ഹൂദ് അൽ ബുഖാരി, മർഹബ. അൽഹംദുലില്ലാഹ്. താജുൽ ഉലമയുടെ ഹളറത്തില് പണ്ടൊരിക്കൽ ഇവിടെ വാള് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇന്ന് ഈ സ്റ്റേജിൽ അങ്ങനത്തെ ഒരാളില്ലല്ലോ എന്ന് എന്നെ അലട്ടുകയായിരുന്നു. അവിടുത്തെ പൗത്രൻ ഖുറത്തു സാദാത്തിന്റെ പുത്രനും ആയ സയ്യിദ് മഷ്ഹൂദ് തങ്ങളാണ് നമ്മുടെ വേദിയിലിരിക്കുന്നത്. അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, റോസാപ്പൂവ് കിട്ടിയാൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, ബൊക്കെ കൊടുക്കും. റോസ് കൊടുത്താൽ എന്താണ് അതിന്റെ അർത്ഥം? ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഓർ ഐ റെസ്പെക്ട് യു, ബഹുമാനിക്കുന്നു. രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കും പൂക്കൾ, അവർക്കൊരാശ്വാസത്തിന് വേണ്ടിയാണ്. എന്നാൽ ഒരു റോസാപ്പൂവ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പുറത്തേക്ക് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളിലുള്ള വൈവിധ്യത്തെയും അസ്റാറുകളെയും ബോധ്യപ്പെടുത്തി തരുന്നതാണ്. തുർക്കി രാജാക്കന്മാരൊക്കെ റോസാപ്പൂവ് അവരുടെ അടയാളമാക്കി വെച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം നബി തങ്ങൾ സ്നേഹത്തിന്റെ പ്രവാചകനായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭൂമിയിൽ കാണുന്ന ഓരോ വസ്തുവിലും അവൻ അള്ളാഹുവിനെ കണ്ടെത്തുന്നു. സൃഷ്ടാവിനെ കാണാനുള്ള, ചിന്തിക്കാനുള്ള അടയാളങ്ങളാണ് ഈ പ്രകൃതി മുഴുവനും. ഇപ്പം മദീനയിൽ നിന്ന് മുഹമ്മദുൽ മദനി തങ്ങൾ ഇങ്ങോട്ട് കടൽ വഴി വരുമ്പോൾ അവിടെ മരങ്ങളും മറ്റൊന്നുമില്ല. എന്നാൽ കടലിലും മരങ്ങളുണ്ട്, കടലിന്റെ അടിയിലുണ്ട്, ചില സ്ഥലത്ത് പൊന്തിക്കിടക്കുന്നതും ഉണ്ടാകും. എന്നാൽ കടലിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. കടലിലെ വിഭവങ്ങൾ ധാരാളമായി ശേഖരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഉള്ളാൾ പ്രദേശത്തുകാർ, എനിക്കറിയാം. മത്സ്യങ്ങൾ മാത്രമല്ല, മുത്തും മാണിക്യവുമുണ്ട്. പറക്കുന്ന മത്സ്യങ്ങൾ, നമ്മൾ കപ്പലിൽ പോകുമ്പോൾ പറക്കുന്ന മത്സ്യങ്ങളെ കാണാൻ കഴിയും. കടൽ എന്ന് പറയുന്ന വല്ലാത്തൊരു ലോകമാണത്. ഇതെല്ലാം കടന്നു വരുമ്പോൾ അവിടുന്ന് എത്രമാത്രം മീൻ കിട്ടും, എന്തെല്ലാം തരത്തിലുള്ള മീനുകളുണ്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ഓരോ മീനിന്റെയും കളറും രൂപവും ഭാവവും രുചിയും ഇതൊക്കെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ അസ്റാറുകളെ കുറിച്ച് മനുഷ്യൻ അവിടെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ അല്ലാഹു തആല പടച്ചു വെച്ച ഓരോ വസ്തുക്കളെയും കുറിച്ച് മനസ്സിലാക്കുന്ന മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊന്നും നശിപ്പിക്കാൻ കഴിയില്ല, അനാവശ്യമായി നശിപ്പിക്കാൻ കഴിയുകയില്ല.
ഇത് അള്ളാഹുവിന്റെ പാഠപുസ്തകത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്ന ഒരു പുസ്തകമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അനുഭവിക്കും പോലെ തന്നെ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴും ഓരോന്നിലും അവന് പാഠമുണ്ട്. അപ്പൊ ഒരു പുസ്തകം വായിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടക്കുന്നത്. അതിൽ നിന്നൊരു മരം വെറുതെ അനാവശ്യമായി നശിപ്പിച്ചാൽ ഒരു ആയത്ത് വെട്ടിക്കളയുന്നത് പോലെയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന, അള്ളാഹു തആല നൽകിയിട്ടുള്ള അസ്റാറുകളെ ചിന്തിക്കാൻ പറ്റിയ ഇതിനെ മുറിച്ചു കളയുമ്പോൾ അത് ഖുർആൻ എന്നൊരു ആയത്ത് കട്ട് ചെയ്യുന്നത് പോലെയാണ് ചിന്തിക്കുന്ന മുഅ്മിനായ മനുഷ്യന് തോന്നുക. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും പ്രകൃതിയെ സൂക്ഷിക്കുന്നവനായിരിക്കും, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നവനായിരിക്കും. ഇപ്പോ നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതി ആഘാതങ്ങളാണ്. മഴക്കാലം വരാനിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഴ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, വേനൽക്കാലത്ത് സൂര്യാഘാതം മൂലം അനുഭവപ്പെടുന്ന ശരീരത്തിൽ പൊള്ളലേൽക്കലും തീപിടുത്തവും എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. അതുപോലെ ഒരുപാട് ഭൂമി കുലുങ്ങലും ഭൂമി പിളരലും ആകാശത്ത് സുനാമി ഉണ്ടാകലും ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ പ്രകൃതിയിൽ കാണുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണം ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ തന്നെ ചെയ്യുന്ന തെറ്റാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ കണ്ടോ മേശന്റെ മുകളിൽ നിറഞ്ഞു കിടക്കുന്നത്? ഒരു മണ്ണിന്റെ കൂജയിൽ വെള്ളം കൊണ്ടുവച്ചാലും കുടിക്കാൻ പറ്റും. എന്നല്ല, ഒരു മൺകൂജയിൽ വെള്ളം അരമണിക്കൂറെങ്കിലും വെച്ചാൽ ആ വെള്ളം ശുദ്ധിയാകും. ഡോക്ടർ നിസാം ഈ മിനറൽ വാട്ടറിനെ കുറിച്ച് പറയുന്നത്, മിനറൽ വാട്ടർ പതിവായി, മിനറൽ വാട്ടർ അല്ല, ഈ കുപ്പിവെള്ളം കുടിക്കുന്നവർക്ക്, പതിവായി കുടിക്കുന്നവർക്ക് പെട്ടെന്ന് ഡയബറ്റിക് രോഗം വരാൻ സാധ്യതയുണ്ട്, ഷുഗറിന്റെ രോഗിയായി മാറും. ഇന്ന് നോക്ക്, നമ്മുടെ ഗ്രാമത്തിന്റെ ഉള്ളിൽ പോലും വീട്ടിൽ രണ്ടാള് വന്നാലും ഈ ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. എന്താണ് അതിന്റെ ആവശ്യം? നല്ല കിണറുകളുണ്ട്, അതിൽ നിന്ന് കോരാനുള്ള കപ്പിയും കയറുമുണ്ട്. അപ്പൊ മണ്ണിന്റെ പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കേണ്ടത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പകുതി കുടിക്കും, ബാക്കി എവിടെ വെച്ചു പോകും? ബാക്കി പിന്നെ ആരെങ്കിലും കുടിക്കോ? അപ്പൊ അത് വേസ്റ്റ് ആകും. അതുകൊണ്ട് ആരെങ്കിലും കുപ്പിവെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ എടുത്തോണ്ട് പോകണം. കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി വലിച്ചെറിയും. ഒരു കടയുടെ ഉദ്ഘാടനമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണമാണെങ്കിൽ, അവിടെയൊക്കെ ഒരു ബലൂണിന്റെ വലിയ മാലയുണ്ടാക്കും. ബലൂൺ ഇങ്ങനെ കത്തിച്ച് നിറച്ചുകൊണ്ട് കെട്ടിവെക്കും. അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടി വീഴും, അത് ഭൂമിയിലൂടെ ഒഴുകി നടക്കും. മിഠായി കഴിച്ചുകൊണ്ട് മിഠായിയുടെ പാക്കറ്റ് റോട്ടിലിട്ടാലും സംഭവിക്കുന്നത് എന്താണ്? ഈ പ്ലാസ്റ്റിക്കിന്റെയും മറ്റും ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ മഴ പെയ്ത് എങ്ങോട്ടെങ്കിലൊക്കെ ഒഴുകിപ്പോയി അത് തോട്ടിലും പുഴയിലും എത്തി ഏതെങ്കിലും മത്സ്യത്തിന്റെയും തവളയുടെയും അതുപോലെയുള്ള ജീവികളുടെയൊക്കെ വായിലെത്തും. അവയത് ഭക്ഷിക്കും. ആ മത്സ്യങ്ങളും തവളയും മറ്റുമൊക്കെ ചത്തുപോകും. അത് ഈ പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കും. നാം ഒരു ഭാഗത്ത് ചെയ്യുന്ന ആഘാതത്തെ മറ്റേതു തരത്തിലാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ ചിന്തിക്കും, ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ജീവികൾ, ഇവിടെ സസ്യലതാദികളാണ്, ജീവികളാണ്, അനാവശ്യമായി അവയെ നശിപ്പിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഒരൊറ്റ മരവും വെട്ടാൻ പാടില്ല, ഒരു മീനിനെയും തിന്നാൻ പാടില്ല, ഒരാടിനെയും അറുത്ത് തിന്നാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഇതെല്ലാം പടച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടി തന്നെയാണ്. അത് മനുഷ്യന് മിതമായി ഉപയോഗിക്കാം.
മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ. അമിതമായാൽ അത് നാശം വിധിച്ചു വരുത്തും. അപ്പൊ ഒരു ഹലാല് കഴിക്കുക എന്നതിനപ്പുറം ഹലാലും ത്വയ്യിബായത് മാത്രം കഴിക്കണം എന്നതിലേക്ക് മനുഷ്യൻ വരണം. അപ്പോൾ കോലകൾ കുടിക്കൂല, കൂക്കാക്കൂലയും പെപ്സിയും മനുഷ്യൻ കുടിക്കൂല. എന്തുകൊണ്ട്? അത് ഹലാലാണെങ്കിലും ത്വയ്യിബല്ല, അത് രോഗമുണ്ടാക്കുന്നതാണ്, നാശത്തിലേക്ക് വഴിവെക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിനു തന്നെ അത് സാമ്പത്തികമായ വലിയ ബാധ്യതകൾ വിളിച്ചു വരുത്തുന്നതും ആണ്. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിലൂടെ പണമുണ്ടാക്കുന്നത്. സാമ്പത്തികമായ മോശത്തരം അതിലുണ്ട്, ആരോഗ്യപരമായ മോശത്തരമുണ്ട്, സാംസ്കാരികമായ മോശവും അതിലുണ്ട്. അപ്പോൾ മനുഷ്യൻ അത് ഒഴിവാക്കും. ഇങ്ങനെ ഈ പ്രകൃതിയെ മനുഷ്യൻ അള്ളാഹുവിന്റെ ഇബ്രത്തിന്റെ ഭാഗങ്ങളായി കാണുകയും അപ്പോൾ ഇത് അള്ളാഹുവിന്റെ അമാനത്താണ്, ഒരിക്കലും അത് നശിപ്പിക്കാൻ പാടില്ല എന്ന ബോധം മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകും, ഈമാനുള്ളവനുണ്ടാകും. ഭൗതികന്മാരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് പണം കിട്ടുക അത് ചെയ്യാം. നല്ല പച്ചപ്പുള്ള നല്ലൊരു ഭൂമി കണ്ടാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ അവന്റെ മനസ്സിൽ വരിക ഇവിടെ ഒന്നും ബിൽഡിങ്ങുകളിലല്ലോ, വെറുതെ കിടക്കുന്ന ഭൂമി കണ്ടില്ലേ എന്നാണ്. അവൻ വിചാരിക്കുന്നത് വെറുതെ കിടക്കുകയാണെന്നാ. അപ്പൊ എന്തെങ്കിലും ആക്കി അതൊന്ന് മുറിച്ചതിലൊരു ടവർ ഉണ്ടാക്കണം എന്നേ അവൻ ചിന്തിക്കുകയുള്ളൂ. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഒരു ബിൽഡിംഗ് ആവശ്യമുണ്ടോ എങ്കിൽ അവിടെ ഉണ്ടാക്കും. അതിന് എത്ര കുറച്ചു മരം മുറിക്കാം എന്ന് പരിശോധിക്കും. മറ്റവൻ യന്ത്രം കൊണ്ടോന്നെല്ലാം വെറുതെ മുറിച്ചങ്ങിടും. അപ്പോ ഔലിയാക്കന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, അവർ നാടുകളിൽ നിന്ന് സഞ്ചരിച്ചപ്പോൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ശൈലി കൃഷിയും അതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടാണ്. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഭൂമി ഓൺ ചെയ്യേണ്ടത് നല്ല മനുഷ്യരാണ്. അല്ലാത്തവന്റെ കയ്യിൽ ഭൂമി പോയാൽ ആ ഭൂമി നാശത്തിലേക്ക് പോകും. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ, ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രകൃതി ദുരന്തങ്ങളാണെങ്കിൽ ഇസ്ലാം പറയുന്ന ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ അത് അവകൾ വിളിച്ചു വരുത്തുകയില്ല. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ രീതി. ഒരു കിണർ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അധ്വാനമുണ്ട്. അപ്പൊ ഒരു ബോറടിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബോറടിക്കുന്നത് ഭൂമിക്ക് ഭാരമാണ്, ഭൂമി കുലുക്കത്തിന് കാരണമാണ് എന്നറിയുമ്പോൾ അവൻ മാറി നിൽക്കും. പാറകൾ പൊളിച്ചെടുക്കുന്നതും പുഴകളിൽ നിന്ന് മണൽ അമിതമായി വാരുന്നതും എല്ലാം തന്നെ ഈ വിഷയത്തിലൊക്കെ അമിതമായി പ്രവർത്തിക്കുമ്പോഴാണ് അത് നാശമുണ്ടാകുന്നത്. ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആവശ്യമായ നിലക്കുള്ള വീടും മറ്റുമൊക്കെ ഉണ്ടാക്കാനുള്ള പ്രകൃതി വിഭവങ്ങൾ അല്ലാഹു തആല ഇവിടെ പടച്ചു വെച്ചിട്ടുണ്ട്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഒരു ജീവി അല്ലാഹു തആല പടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. ഭക്ഷണവും ഉണ്ട്, പാർപ്പിടവും ഉണ്ട്, വസ്ത്രവും ഉണ്ട്. അവന് വേണ്ട എല്ലാ സംഗതികളും അല്ലാഹു തആല കൊടുക്കുക തന്നെ ചെയ്യും. ഇസ്ലാം പറയുന്ന ഒരു കാര്യത്തിനും മാറ്റങ്ങൾ വരുത്തേണ്ടതായി വന്നിട്ടില്ല. മറ്റുള്ളവർ ഇടക്കാലത്ത് അവർക്ക് തോന്നുന്ന ചില ആശയങ്ങളെ പിന്നീട് അവർ മാറ്റി പറയേണ്ടി വരും. സ്ത്രീകളെ സ്വതന്ത്രമാക്കണം. സ്ത്രീകൾ സ്വതന്ത്രരല്ലേ? അവരാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. സ്ത്രീകളുടെ ഇടയിലേക്ക് ആരെങ്കിലും പുരുഷന്മാർ ഇടിച്ചു കയറുമോ? ഇല്ല, അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കും. എന്നാൽ ചിലര് പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണിനെ എവിടെയും കറങ്ങാനും സഞ്ചരിക്കാനും അനുവദിക്കണം. പെണ്ണിന്റെ ശരീരം ഇങ്ങനെ ഒരു കറുത്ത വസ്ത്രത്തിന്റെ ഉള്ളിൽ മൂടിയിടാൻ പാടില്ല. പെണ്ണ് സൗന്ദര്യമാണ്, റോസാപ്പൂ പോലെ തന്നെയാണ്, അതെല്ലാവർക്കും കാണാൻ വിട്ടുകൊടുക്കണം.
അപ്പോൾ തല മറക്കരുത്, കഴുത്ത് മറക്കരുത്, മാറുമറക്കരുത്, കാലിന്റെ താഴോട്ട് മടക്കരുത്, കൈ പുരുഷനെ പോലെയുള്ള കുപ്പായ കൈ ഉണ്ടാകരുത്, കൈയും പുറത്തായിരിക്കണം. ഇതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഇതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? എന്നാൽ ഇസ്ലാം പറഞ്ഞത് പെണ്ണിന് നല്ല ആദരവ് കൊടുക്കണം, അവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ആരോടാണ് എനിക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഉമ്മുക്, നിന്റെ ഉമ്മയാണ്. പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉമ്മുക്, നിന്റെ ഉമ്മയാണ്. പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയും ഉമ്മുക്, നിന്റെ ഉമ്മയാണ്. പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അബൂക്ക്, വാപ്പയാണ്. അപ്പൊ 3 പ്രാവശ്യം ഉമ്മയാണെന്നാണ് പറഞ്ഞത്. അതല്ലേ തങ്ങൾ പഠിപ്പിച്ചത്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽപാദത്തിനു കീഴിലാണ് സ്വർഗം. ഉമ്മയെ ബഹുമാനിച്ചു കൊള്ളണം, ഉമ്മയെ ബഹുമാനിക്കണം. സ്വർഗത്തിന്റെ വാതിൽ വാപ്പയുമാണ്, അതുകൊണ്ട് വാപ്പയെയും ബഹുമാനിക്കണം. ഉമ്മയ്ക്ക് വലിയ സ്ഥാനം കൊടുത്തു, സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് ഇസ്ലാം അവരെ വിയർക്കാൻ വിടാത്തത്. വിയർക്കാൻ വിടാത്തത് എന്ന് പറഞ്ഞാൽ അവര് നന്നായി അധ്വാനിക്കുന്നുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ചിലര് പറയുന്നത് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് മോശമാക്കുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞോ കാറ്ററിംഗ് നടത്തുന്നുണ്ട്, ഷീ ഈസ് മാനേജിങ് ദ കാറ്ററിംഗ്. ഓ, സ്ഥാനമായല്ലോ. വസ്ത്രം അലക്കുന്നുണ്ട്, ഷീ ഈസ് റണ്ണിങ് എ ലോണ്ട്രി. മസാലപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, ആൾസോ ഷീ ഈസ് റണ്ണിങ് എ ഫ്ലോർ മിൽ. വിറക് വെട്ടുന്നുണ്ട്, ഷീ ഈസ് റണ്ണിങ് എ ലോഗ് ഹൗസ്. Also he is keeping the house with security system. എല്ലാം ചെയ്യുന്ന വീട്ടിലുള്ള സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. ഭർത്താക്കന്മാർ അതിനനുസരിച്ച് അവർക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ടോ ഭർത്താവ് വെറുതെ കിടന്നുറങ്ങുകയല്ല, പുറത്തുപോയി കല്ല് വെട്ടിയും മരം മുറിച്ചും റോഡ് നന്നാക്കിയും കമ്പ്യൂട്ടർ തിരിച്ചും കാർ ഓടിച്ചും വലിയ ഫാക്ടറികൾ നടത്തിയും അവരും അധ്വാനിച്ച് പണമുണ്ടാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ സ്ത്രീയും പുരുഷനും ചേർന്നുകൊണ്ട് ഈ സമൂഹത്തെ നടത്തുന്നു. അക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുകയും വളരെ കാലം നൊന്ത് വയറ്റിൽ കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടതെല്ലാം പിതാവുണ്ടാക്കി കൊടുക്കുന്നു. രാത്രിയും പകലും ഉറക്കമൊഴിച്ചുകൊണ്ട് ഉമ്മമാര് വല്ലാതെ ത്യാഗം സഹിക്കുന്നു. അങ്ങനെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ അറ്റുനോറ്റു വളർത്തിയുണ്ടാക്കുന്നത്? ആൺകുട്ടികളാണെങ്കിൽ അവര് വളർന്നു വന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും സമൂഹത്തിന് വേണ്ട സമ്പാദനം നടത്തണം. പെൺകുട്ടികളാണെങ്കിൽ അവർ വീണ്ടും സമൂഹത്തിന് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ നടത്തണം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും സുപ്രീം കോടതി ജഡ്ജിനെയും അതുപോലെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കേണ്ട ആളുകളെയെല്ലാം വളർത്തിക്കൊണ്ടുവരുന്ന വലിയ സ്ഥാനം വഹിക്കുന്നവരായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. തുറന്നു വിടണം, കൂടഴിച്ചു വിടണം എന്ന് പറഞ്ഞവർ അവസാനം പറഞ്ഞത് എന്താണ്? സിനിമക്കാരുടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. സിനിമ അഭിനയിക്കാൻ പോകുന്ന പെൺകുട്ടികളെല്ലാം പീഡിപ്പിക്കപ്പെടുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു. എവിടെയെങ്കിലും പോയാൽ ലോഡ്ജുകളിൽ താമസിക്കുമ്പോൾ പാതിരാത്രിയിൽ വന്നിട്ട് ഡോറിന് ശക്തിയായി അടിക്കുന്നു. സംവിധായകൻ കൊണ്ടുപോകുന്ന ആളുകൾ, പ്രൊഡ്യൂസേഴ്സ് അവരുടെ കൂടെ കിടന്നു കൊടുത്തില്ലെങ്കിൽ അഭിനയിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ അവര് ഈ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു എന്ന് പറയുന്ന വലിയൊരു കഥയുണ്ടായി. അവസാനം ഈ കേസുകൾ അന്വേഷിച്ച് വലിയ റിപ്പോർട്ടുണ്ടാക്കി ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി പുറത്തുവിടാൻ അനുവദിച്ചില്ല. 7 വർഷങ്ങൾക്ക് ശേഷം വിവരാവകാശ കമ്മീഷനിൽ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടാണ് അത് പുറത്തുവിട്ടത്.
പുറത്തു വന്ന് നോക്കിയപ്പോൾ സ്ത്രീകൾ സ്വന്തം സഞ്ചരിക്കുന്നതിന്റെ അബദ്ധം പിടികിട്ടി. ഇതിനു മുമ്പ് തന്നെ അമ്മ എന്ന് പറയുന്ന സിനിമക്കാരുടെ സംഘടന പറഞ്ഞിട്ടുണ്ട്, നടികൾ പുറത്തു പോകുമ്പോൾ കൂടെ ആളുണ്ടാകണം എന്ന്. അപ്പൊ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം എന്നാ. സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതിനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയാൻ ചിലർ ശ്രമിച്ചു. അതുപോലെ ഇസ്ലാം ലോകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ്. വസ്ത്രം ധരിക്കണം മനുഷ്യൻ, മാന്യതയുള്ളവനാകണം മനുഷ്യൻ, അവൻ മൃഗങ്ങളെ പോലെയല്ല. ചിലർ ചോദിച്ചു, എന്തിനാണ് ഇത്ര വസ്ത്രം ധരിക്കുന്നത്? സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിലാണ് അവർക്ക് വലിയ ബേജാറ്. ആണിന് പാൻസും കോട്ടും സ്യൂട്ടും ടൈയും എല്ലാം ധരിച്ചിട്ടാണ് പോവുക. ആണിന് ആരും കാണാൻ പറ്റൂല. എന്നാൽ ആണിനും മാന്യമായി വസ്ത്രം ധരിക്കണം, പെണ്ണും മാന്യമായി വസ്ത്രം ധരിക്കണം. ഫാഷൻ ഡിസൈനുകളിലൂടെ മാറി മാറി വരുന്ന ഓരോ ഫാഷനുകളും മനുഷ്യന്റെ ജീവിതത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതാകരുത്. അവന്റെ ശരീരത്തോട് യോജിച്ച രീതിയിലുള്ളതാകണം, ഔറത്ത് മറക്കുന്നതാകണം, മാന്യത നിലനിർത്തുന്നതാകണം, നടക്കാനും ഇരിക്കാനും സഞ്ചരിക്കാനും ഒക്കെ പറ്റിയ രീതിയിൽ ലൂസുള്ള വസ്ത്രവും ആയിരിക്കണം. അതാണ് ഇസ്ലാമിലെ വസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം പറഞ്ഞ ഒന്നിനെയും നിങ്ങൾക്ക് തെറ്റായി മനസ്സിലാക്കാൻ കഴിയില്ല. പലിശ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. ഹറമല്ലാഹു റിബാ ഹറമ റിബാ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. പലിശ പാടില്ല. പലിശ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുക? ഒരാളുടെ കയ്യിൽ കുറെ പണമുണ്ട്, അയാൾക്കൊന്നും ചെയ്യാനില്ല, പിന്നെ എങ്ങനെ? അപ്പൊ ആളുകൾക്കൊക്കെ കൊടുത്താൽ അവരെന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കും, അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊരു വിഹിതം കൊണ്ടുവരും, അപ്പൊ ഇയാൾക്ക് പണമുണ്ടാകും. എന്താണ് അതിൽ തെറ്റുള്ളത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പൊ അവിടെ കൊണ്ടുവരുന്നതിന് തെറ്റില്ല. കടം കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു, കടം കൊടുക്കുന്നതിന് വലിയ പോരിശയും പഠിപ്പിച്ചു. എന്നാൽ കടം വാങ്ങിയ ആളുകൾ അതുകൊണ്ട് ഉപകാരമെടുത്താൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ കുറച്ചധികം കൊടുക്കൽ സുന്നത്താണ്. 1,00,000 കടം വാങ്ങി, എന്റെ ചില ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു, അങ്ങനെ അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്ത് എനിക്ക് നല്ല ലാഭവും കിട്ടി. 1,00,000 എന്റെ കയ്യിൽ നിന്ന് 2,00,000 മാറി. ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ വെറും 1,00,000 അല്ല, ഒരു 10,000 രൂപ കൂടെ അധികം കൊടുക്കുക, അത് സുന്നത്താണ്. എന്നാൽ ചിലപ്പോൾ കടം വാങ്ങിയത് മകളുടെ പ്രസവത്തിന് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയാകും. അവിടെ വലിയ ചെലവാണ്. ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ പോയാൽ തന്നെ 1,00,000 1,50,000 ഒക്കെ വരും. പാവപ്പെട്ടവന് വലിയ പ്രയാസാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇയാള് നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ അധ്വാനിച്ച് ഓരോ ദിവസവും കുറേശ്ശെ എടുത്തു വെച്ച് റെഡിയാക്കിയിട്ട് എങ്ങനെയോ കൊണ്ടുവരികയാ. വിയർത്തൊലിച്ച് 1,00,000 രൂപയുമായി 2, 3, 5, 6 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്ന് 1,00,000 ഇങ്ങോട്ട് തരുമ്പോൾ 5,000 രൂപ എടുത്തിട്ട് തിരിച്ചു കൊടുക്ക, ഇത് നിങ്ങൾ വെച്ചോളൂ. 1,00,000 കടം വാങ്ങിയവൻ ആ രൂപത്തിൽ തിരിച്ചങ്ങോട്ട് ചെയ്യണം. തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കൽ അതും സുന്നത്താണ് ഇസ്ലാമിൽ. ഇത് രണ്ടും പലിശയല്ല. അപ്പോ വാങ്ങിയവൻ അധികം കൊടുക്കലും സുന്നത്താണ്, കൊടുത്തവൻ തിരിച്ചു വാങ്ങുമ്പോൾ അതിൽ നിന്ന് അല്പം കുറച്ചു കൊടുക്കലും സുന്നത്താണ്. ഇതെവിടെയാണ് ചെയ്യാ? പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്നവന് കുറച്ചധികം അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക, നന്നായി ഉണ്ടാക്കിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ലതും കൊടുക്കുക. ഇതാണ് കടം എന്ന് പറഞ്ഞത്. കടം എന്ന് പറഞ്ഞൊരു സംഗതി ലോകത്ത് ഇന്നുണ്ടോ? പലിശക്കടമാണുള്ളത്. അതുകൊണ്ട് ഇന്നതാ എത്ര ആളുകൾ മുസ്ലിം ആയതുകൊണ്ടാണ് അവര് ആത്മഹത്യ ചെയ്യാത്തത്. കാരണം അവർക്ക് ഈമാനുണ്ട്. അല്ലാത്തവര് കണ്ടില്ലേ, കർഷകന്മാര് ചെറിയ കടം വന്നാൽ അപ്പോഴേക്ക് കയറെടുത്ത് തൂങ്ങുകയാണ്, സൂയിസൈഡ് ചെയ്യുകയാണ്. ഈമാനില്ല.
മുഅ്മിൻ ചിന്തിക്കുന്നത് അള്ളാഹുവാണ് എന്നെ പടച്ചത്, അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അത് ക്ഷമിക്കണം എന്നവൻ മനസ്സിലാക്കും. അപ്പൊ കടം കൊടുക്കൽ ഇസ്ലാം വലിയ പുണ്യമായി പഠിപ്പിച്ചു. അപ്പൊ ഇവിടെ പലിശ ഉണ്ടായാൽ എന്താണ് തകരാറ്? പലിശക്ക് ലാഭമുണ്ടായാൽ കൊണ്ടുകൊടുക്കുക എന്നതല്ല. ലാഭമുണ്ടായാലും ഇല്ലെങ്കിലും നിർബന്ധമായും മാസത്തിൽ ഇത്ര അടച്ചിരിക്കണം. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ വരും, ഉസ്താദേ 10 ലക്ഷം റുപ്യ കടം വാങ്ങിയിരുന്നു, ഇപ്പോ ജപ്തി ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എത്ര ബാങ്കിൽ അടക്കാനുണ്ട്? 13 ലക്ഷം അടക്കാനുണ്ട്. അപ്പൊ ഇതുവരെ ഒന്നും അടച്ചിട്ടില്ലേ? 12 ലക്ഷം അടച്ചിട്ടുണ്ട്. 12 ലക്ഷം അടച്ചിട്ടുണ്ട്, ഇനിയും 13 ലക്ഷം അടക്കാനുണ്ട്. വാങ്ങിയത് 10 ലക്ഷം. ഈ 10 ലക്ഷം വാങ്ങിയവൻ പലിശ അടച്ചടച്ച് കിട്ടുന്നൊക്കെ പലിശയിലേക്കാണ് പോയത്, കടത്തിലേക്ക് ഇപ്പോഴും മുതലിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ 25 ലക്ഷം. അങ്ങനെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക് മുഅ്മിനെ തള്ളിവിടുന്നത് ആരാണ്? ഇസ്ലാം പഠിപ്പിച്ച രീതി എങ്ങാനും ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ അതുണ്ടാകില്ല. ഓരോ മഹല്ലത്തിലെയും അവിടുത്തെ സമ്പന്നന്മാരായ ആളുകൾ, അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അതിന്റെ പണം കൊടുക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമം ആണ്. മയാസിറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് കഴിവുള്ള ആളുകൾ അവന്റെ നാട്ടിലുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുന്നതല്ല. സക്കാത്ത് കൊടുത്തു, അതിനു പുറമെ സ്വതക്കകൾ കൊടുക്കണം. സ്വതക്ക ഐച്ഛിക ദാനമാണ്, ഇഷ്ടമുണ്ടെങ്കിൽ അത്ര കൊടുക്കുന്നതാണ്. എന്നാൽ നിർബന്ധമായും കൊടുക്കേണ്ടത് തന്നെയാണ്. ആ നാട്ടിൽ ഒരാളുടെ കിഡ്നി നഷ്ടപ്പെട്ടു, അതിന്റെ ചികിത്സ നടത്താൻ 15 ലക്ഷം രൂപ വേണമെങ്കിൽ അത്രയും ക്യാഷുള്ള ഒരു മുതലാളി ഉണ്ടെങ്കിൽ അദ്ദേഹം 15 ലക്ഷവും കൊടുക്കണം. എന്നാ വേറെയും മുതലാളിമാരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചു കൊടുക്കാം എന്നല്ല. നിന്റെ അടുത്ത് വന്നാൽ നിനക്കു തന്നെ ആ ബാധ്യതയാണ്, വേറെ ആളുണ്ടോ എന്നത് നിന്നോട് ചോദ്യം ഇല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? മഹല്ലു ജമാഅത്തുകളും കമ്മിറ്റികളും നാട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുകയും അത് എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോ ആളുകൾക്ക് ഭാരമാകില്ല, പ്രശ്നങ്ങൾ തീരും. മുസ്ലിം ലോകത്ത് തന്നെ ഉള്ള പ്രശ്നങ്ങൾക്ക് മുസ്ലിംകളായ സമ്പത്തുള്ള ആളുകൾ തന്നെ രംഗത്തു വരികയാണെങ്കിൽ 100% ഇന്ന് പരിഹാരമുണ്ടാകും. പലിശ നിരോധിച്ചു എന്നത് മോശമായി പോയി, പലിശ കൊണ്ടല്ലേ മറ്റവരൊക്കെ തടിച്ചു കൊടുക്കുന്നത്, വളരുന്നത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമോ? പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുള്ള നാടുകൾ മുഴുവനും സാമ്പത്തികമായി ഞെരുക്കത്തിലേക്ക് അമരുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക് ബാങ്കിംഗ് തുടങ്ങിയപ്പോ വീടുകളിൽ കറൻസികൾ മാത്രം ഉപയോഗിച്ച ആളുകളുടെ പണം ബാങ്കിലേക്ക് വന്നു. ഇസ്ലാമിക രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു, വലിയ ലാഭമുണ്ടായി. അത് കണ്ടിട്ടല്ലേ അമേരിക്കക്കാരനും ബ്രിട്ടീഷുകാരനും ക്രിസ്ത്യാനികളും യഹൂദികളും മറ്റുമെല്ലാം ഇസ്ലാമിക് ബാങ്കിങ്ങുകൾ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ തുടങ്ങുന്നത്. ഇസ്ലാം വെച്ചിട്ടുള്ള ഹലാലും ഹറാമും, ഇത് തിന്നാൻ പറ്റൂല, മറ്റത് കുടിക്കാൻ പറ്റൂല, എന്തൊരു കഷ്ടമാണ് എന്ന് പറയുന്ന ആളുകളില്ലേ. മദ്യപിച്ചാൽ എന്തൊരു സുഖമാണ്, എന്തൊരാശ്വാസമാണ് എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. കള്ളു കുടിച്ചവന് മുഴുവനും അവന്റെ ലിവർ തകരാറായിട്ട് മരിക്കുകയാണ്, അവന്റെ സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് അവൻ ആളുകളെ കൊല ചെയ്യുകയും കൊള്ളയടിക്കുകയും വൃത്തികേടുകൾ കാണിക്കുകയുമാണ്. ഉമ്മുൽ ഖബായിസ്, എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും കാരണം, അതിന്റെയൊക്കെ താക്കോല് മദ്യമാണ്. അതുകൊണ്ട് മദ്യപാനമാണ്, അത് നിരോധിക്കപ്പെട്ടാൽ ഈ നാട് മുഴുവനും രക്ഷപ്പെടും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് മക്കയിലും അവിടുന്ന് മദീനയിലും അങ്ങനെ അല്പാൽപമായി മദ്യം നിരോധിച്ച്, ആദ്യം നിസ്കാരത്തിന് വരുമ്പോൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് അല്പാൽപമായി അങ്ങനെ നിരോധിച്ച് അവസാനം ഒട്ടും പാടില്ല
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹ്. ഇത് പിശാചിന്റെ മാർഗമാണ്, അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ കള്ള് കച്ചവടക്കാരും അവരുടെ വീപ്പകൾ മുഴുവനും തട്ടിമറിച്ച് റോട്ടിലൂടെ ഒഴുക്കിയപ്പോ റോഡരികിലെ ഓടകളിലൂടെ ആഴ്ചകളോളം കള്ളുകൾ ഒഴുകി നടന്നു എന്നല്ലേ പറയുന്നത്? ആ മദ്യത്തെ നമ്മുടെ രാജ്യത്തിനും അത് ശാപമാണ്, ആപത്താണ്. മയക്കുമരുന്നും മദ്യവും ഒരേ ഗണത്തിൽ തന്നെ കാണേണ്ടതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രശില്പിയായ ഗാന്ധിജിയുടെ സങ്കല്പം ഇന്ത്യ ഒരു മദ്യരഹിത രാജ്യമാകണം എന്നതായിരുന്നു. ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മദ്യവിമുക്ത രാജ്യമാകണം എന്ന്. അതിനുവേണ്ടിയുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത വിഷയങ്ങൾ നടപ്പിലാക്കാൻ വല്ലാത്ത താല്പര്യവുമാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിന് കൊടുത്ത പദ്ധതികൾ, അവൻ ഇസ്ലാം ഹലാലാക്കി കൊടുത്ത ഭക്ഷണങ്ങൾ, ഇസ്ലാം ഹലാലാക്കി കൊടുത്ത വസ്ത്രങ്ങൾ, എന്ത് പരിശോധിച്ചാലും ഭൗതിക ജീവിതത്തിന് ഏറ്റവും സുഖമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കച്ചവടക്കാരന് പണമുണ്ടാക്കണം. അഹല്ലല്ലാഹുൽ ബൈഅ. കച്ചവടം അല്ലാഹു തആല ഹലാലാക്കിയിട്ടുണ്ട്. പലിശ പാടില്ല എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ അല്ലാഹു തആല പറയുന്നു കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്. അപ്പൊ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാം. എത്രയുണ്ടാക്കാം? എത്രയും ഉണ്ടാക്കാം. എത്ര കോടിയും കോടാനുകോടിയും ഉണ്ടാക്കാം. അതിനൊരു തടസ്സവും ഇല്ല. എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതൊരാൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ല, ഒരാൾക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ മാത്രം ആസ്വദിക്കാൻ വേണ്ടിയും അല്ല. മറിച്ച് മനുഷ്യൻ കച്ചവടം ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ അത് കച്ചവടത്തിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാകും. അവർക്കേ കച്ചവടം ചെയ്യാൻ കഴിയൂ. അല്ലാത്തവൻ കച്ചവടം ചെയ്താൽ വിജയിക്കുകയില്ല. ചില ആളുകൾ കച്ചവടം ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നും അത് തുടങ്ങിയപ്പോ നല്ല ലാഭം ഉണ്ടാവും, ഞാൻ തുടങ്ങിയാൽ അത് പൊളിഞ്ഞു പോകും. കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്നിനും അതിൻ്റെതായ ആളുകളുണ്ട്. അങ്ങനെയായിരുന്നു പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ. ആശാരി കുടുംബം ആശാരിപ്പണി തന്നെ ചെയ്യും, കൊല്ലന്മാർ കൊല്ലപ്പണി ചെയ്യും, കർഷകർ കൃഷി ചെയ്യും, വ്യവസായികൾ വ്യവസായം ചെയ്യും. അതാണ് ശരിയായ രീതി. അത് മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നപ്പോൾ എല്ലാറ്റിലും നാശമുണ്ടായി. എന്നാൽ കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്താൽ പിന്നെ ലാഭമുണ്ടാകുമോ എന്ന് ചില ആളുകൾ ചിന്തിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം പറഞ്ഞ അതേ രീതിയിൽ കച്ചവടം ചെയ്യുന്നവന് അതിലൂടെ ലാഭമുണ്ടാക്കാൻ കഴിയുകയും തനിക്ക് ജീവിക്കാനും തന്റെ കുടുംബത്തിനും അതിലൂടെ നാട്ടുകാർക്കും മസ്ജിദിനും മദ്രസയ്ക്കും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാറ്റിനും സഹായിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന അതിശീഘ്രം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത ശൈലികളില് നാം അതിന്റെ കൂടെ അതിവേഗം പോകരുത്. ചെറിയ ചെറിയ സംവിധാനങ്ങൾ പോലും ഇപ്പൊ നാട്ടിൽ ഏറ്റവും കൂടുതൽ സമയം വളരെ ദീർഘിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഅദത്ത് തങ്ങൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ നമ്മൾ സംസാരിക്കാനും ദുആ ചെയ്യാനുണ്ട്. ഞാൻ നീട്ടുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കോളൻ ക്യാൻസർ, ഇൻഡസ്റ്റൈൻ ക്യാൻസർ, കുടലിന് ക്യാൻസർ, മലദ്വാരത്തിന്റെ അറ്റത്ത് ക്യാൻസർ വളരെ വ്യാപകമായി വരികയാണ്. എന്താണ് കാരണം? ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തതാണ്. ദഹിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത്. നബിതങ്ങളുടെ ഭക്ഷണ രീതി ഒരു നേരം വേവിച്ചത് കഴിച്ചാൽ ഒരു നേരം വേവിക്കാത്തതാണ് കഴിക്കുക. കൂടുതലും റോ ഫുഡാണ് തങ്ങൾ കഴിച്ചത്. കക്കിരിയും വത്തക്കയും ഈത്തപ്പഴവും ഒക്കെ വേവിക്കാത്ത സാധനങ്ങൾ. നമ്മൾ വാഴപ്പഴമാണെങ്കിലും വേവിച്ചേ കഴിക്കുകയുള്ളൂ. ഇറച്ചിയാണെങ്കിലും നന്നായി വേവിക്കൂല. ദഹിക്കാത്തത് കഴിക്കുന്നത് മാത്രമല്ല, ഇദ്ഖാലു ത്വആമി അല ത്വആമി, ദഹിക്കുന്നതിന് മുമ്പ് വീണ്ടും അതിന്റെ മുകളിൽ ഭക്ഷണം കഴിക്കും.
ഇതെല്ലാം കഴിഞ്ഞാലും നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ മദ്രസകളിൽ പഠിക്കുന്നത് ആദാബുൽ ഖലാഇ, ടോയ്ലറ്റ് മാനേഴ്സ്. ടോയ്ലറ്റ് മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. കടക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യണം, ഇടത്തുകാല് വെച്ച് കയറണം, മറയുള്ള സ്ഥലത്താവണം, മണവും ശബ്ദവും ഒന്നും ആളുകളിലേക്ക് കേൾക്കാത്തത്ര ദൂരത്താണ് ടോയ്ലറ്റുകൾ വേണ്ടത്. അവിടെ ഇരിക്കേണ്ടത് 2 കാലിലും അമർന്നിരിക്കണം, ഇടതുകാലിലേക്ക് ചാരണം കൊടുത്തിരിക്കണം, സംസാരിക്കാൻ പാടില്ല, വിശുദ്ധമായ വസ്തുക്കളോ മറ്റോ അതിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, വയറ്റിൽ നിന്ന് കൃത്യമായി പുറത്തു പോകുന്നതുവരെ കാത്തിരിക്കണം, അതിനുവേണ്ടി റിലാക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നല്ല വെള്ളം കൊണ്ട് ശുദ്ധമായി കഴുകണം. അതിനു മുമ്പ് കല്ലുകൊണ്ടോ മറ്റ് വലിച്ചെടുക്കുന്ന സാധനം കൊണ്ടോ തുടച്ച് വൃത്തിയാക്കണം, കടലാസ് കൊണ്ടോ മറ്റോ തുടച്ച് വൃത്തിയാക്കണം. അതിനുശേഷം കഴുകണം. എന്നിട്ട് പുറത്തേക്ക് വന്നാൽ ദിക്ർ ചൊല്ലണം. ഇസ്തിൻജാഇന്റെ ദിക്റുണ്ട്, പുറത്തേക്ക് വന്നാൽ വേറെയും ദിക്റുണ്ട്. അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയായാൽ ഉടനെ തന്നെ വുളൂ ചെയ്യണം. വുളൂ ചെയ്താൽ 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചാൽ പിന്നെ ദുആ ചെയ്യണം. ഇങ്ങനെയുള്ള മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സ്ഥിതി എന്താണ്? അതെങ്ങാനും കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിച്ചു വീട്ടിൽ പോയാൽ, സാധാരണങ്ങൾ ഇപ്പൊ എത്തിയിട്ടുള്ളല്ലേ, ഞാൻ കരുതി വന്നുപോയിന്ന. അപ്പൊ അതുമായിട്ട് പഠിച്ച് കുട്ടികൾ വീട്ടിൽ പോയാൽ മദ്രസയിൽ നിന്ന് പഠിക്കും 2 കാലിൽ അമർന്നിരിക്കണം. എവിടെയാണ് അമർന്നിരിക്കുക? അതിനുള്ള ക്ലോസറ്റുകൾ എവിടെ ഉണ്ടാവുക? അപ്പൊ ഈ രോഗികൾക്കുള്ള ഒരു സ്റ്റൂള്, ഒരു കസേര ഉണ്ടാവും, അതിന്റെ മുകളിൽ ഇരിക്കാൻ പറയും. കുട്ടി വിചാരിക്കും മദ്രസയിൽ പഠിച്ച് തെറ്റായി പോയോ എന്ന്. എടുത്തോട്ട് ചാഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് ഇതിന്റെ മുകളിൽ ഇരിക്കുക? യൂറോപ്യന്മാരുടെ ടോയ്ലറ്റുകൾ ഡ്രൈ ആയിരിക്കും, അതിലെ ഒരു പേപ്പർ വിരിച്ചേ ഇരിക്കും. അവർക്ക് അങ്ങനെയൊക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും പാലിക്കൂല. അതിന്റെ മുകളിൽ വെള്ളവും പാർന്ന് പിന്നെയും ഇരിക്കും. അങ്ങനെ മനുഷ്യർ രോഗിയായി മാറുന്നു. ഈ ഇരുത്തത്തിൽ വയറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൃത്യമായി പുറത്തു പോവുകയില്ല, മൂത്രവും പുറത്തു പോവുകയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മലവും മൂത്രവും പുറത്തു പോകാതെ ബാക്കിയായി കിടക്കുകയും അത് കുടലിൽ അടിഞ്ഞു കിടന്ന് അത് പിന്നെ എത്രയോ കാലം കിടന്ന് എനിമ ചെയ്യുന്ന ഡോക്ടർമാര് പറയുന്നുണ്ട്, ചില ആളുകളുടെ വയറ് കഴുകിയാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന കുടലിന്റെ ഭാഗങ്ങളിൽ ഒട്ടിക്കിടന്ന് എത്രയോ കാലമുള്ള വസ്തുക്കൾ പുറത്തു വന്നാൽ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് താഴ്ന്നു പോകും, ഇരുമ്പ് പോലെ ഭാരമായിട്ടുണ്ടാകും. അങ്ങനെ വയറ്റിൽ കെട്ടിക്കിടന്ന് അവൻ രോഗിയായി മാറുന്നു. പിന്നീട് അത് അൾസറായും ക്യാൻസറായും മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വയറിളക്കുക എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക തുബ്ബിൽ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. താജുൽ ഉലമ അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. 40 ദിവസം മക്കയിലും മദീനയിലും ഞാൻ കൂടെ താമസിച്ച സമയത്ത് ഒരിക്കൽ വയറിളക്കം വന്നു. സാധനം വാങ്ങിക്കൊടുക്കും, അങ്ങനെ തിപ്പല്ലിയും കുരുമുളകും ഒക്കെ കാച്ചിയിട്ട് കുടിച്ചു. അത് ചികിത്സയായിരുന്നു. അതിന്റെ വയറ്റിന്ന് പോകാതെ വന്നാൽ അതിന് സെനാമക്കി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. മക്കയിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണത്. സെന, മലയാളത്തിൽ ചുന്നാമാക്കി എന്നൊക്കെ പറയും. അത് കാച്ചിയിട്ട് കുടിച്ചു. 2 ആഴ്ചയിലൊരിക്കൽ വയറിളക്കുക, അതുപോലെ എണ്ണ തേച്ച് കുളിക്കുക. ഇങ്ങനെയുള്ള ഹെൽത്ത് മാനേജ് ചെയ്യുന്ന ആദാബുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും. ഇപ്പൊ അതൊന്നും പഠിക്കുന്നുമില്ല, പറയുന്നുമില്ല. അതൊക്കെ പറഞ്ഞാൽ പഴഞ്ചനായി പോവുകയും ചെയ്യും.
ആരോഗ്യ പരിപാലനത്തിന് വെച്ചിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കാത്ത പക്ഷം രോഗികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൽ ഏറ്റവും വലുത് ഭക്ഷണത്തിൻ്റെത് തന്നെയാണ്. ലൈസൻസ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ, അമിതമായ ആഹാര രീതിയും, ഭക്ഷണം കഴിച്ച് നേരെ കിടന്നുറങ്ങുന്നതും തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. രോഗികൾ ഏറ്റവും കൂടുതൽ ആരാണെന്ന് വെച്ചാൽ മുസ്ലിംകളാണ് കാണുന്നത്. അത് ഈ വലിയ സൽക്കാരപ്രയം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും അത് വാരി വിഴുങ്ങുകയും ശ്രദ്ധിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം അവന്റെ ജീവിത രീതിയെ ശരിക്കും പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതക്രമങ്ങളെ വിശദീകരിക്കുന്ന ശമാഇൽ റസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരുപാട് ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇമാം തിരുമിദി തങ്ങളുടെ ശമാഇലുൽ മുഹമ്മദിയ്യ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ അയിമ്മത്തുകൾ എഴുതിയിട്ടുണ്ട്. അതിനെ കന്നഡ ഭാഷയിൽ നമ്മൾ ഒരു മലയാളത്തിൽ ചെറുസം കന്നഡയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തമിഴിലും ഇംഗ്ലീഷിലും അറബിയിലും എല്ലാ ഭാഷയിലും. അതില് നബിതങ്ങളുടെ ജീവിത ശൈലി, ഭക്ഷണം, ഉറക്കം, നടത്തം, ഇരുത്തം എല്ലാം അതിൽ പറയുന്നുണ്ട്. അത് മനസ്സ് വെച്ച് മെല്ലെ മെല്ലെ വായിച്ച് ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ നമുക്കൊരുപാട് ഉപകാരം കിട്ടും എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആധുനിക സമസ്യകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത്തരം വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ലെങ്കിലും ഇസ്ലാം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകരുത്. നമുക്കങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ അപ്പോൾ നമ്മൾ പറയണം, അത് വേറെന്തെങ്കിലും രഹസ്യം ഉണ്ടാകും, നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ പഠിക്കണം. ഇന്ന് സംശയിപ്പിക്കാൻ വേണ്ടി വരുന്നവർ, എല്ലാറ്റിനും സംശയിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, ഇങ്ങനെ മരിച്ച ആളുകൾക്കൊക്കെ ഖബറുണ്ടാക്കിയാല് എല്ലാവർക്കും ഓരോ ഖബർ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ ഭൂമി തീർന്നു പോകൂലേ എന്നൊരു ചോദ്യം. പിന്നെ ഭൂമിയിലേക്ക് മനുഷ്യനെ വെച്ചാൽ അത് ലയിച്ചു ചേർന്ന് കിണറ്റിൽ പോയിട്ട് വെള്ളം കേടുവരൂലേ എന്ന് വേറൊരു ചോദ്യം. കരിച്ചു കളഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാണ്. തീ വെച്ച് കരിച്ചാലല്ലേ ഭൂമിയിൽ ഇങ്ങനെ അതിന്റെ കാർബൺ എമിഷൻ കൂടുകയും ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നത്. ഭൂമിയിൽ ശുദ്ധജലത്തിന് വേണ്ടി ഉണ്ടാക്കിയ ജലനിധി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിൽ തന്നെ അവർ പറയുന്നത് 6 അടി ആഴത്തിൽ ആണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഭൂമിയിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് അത് വെള്ളവുമായി ചേരുന്നത്. വെള്ളം എത്രയോ അടിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഉറവുള്ള സ്ഥലങ്ങളിലും വെള്ളം പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും കബറാക്കരുത്. കബർ ചെയ്യേണ്ടത് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഷഖായ കബർ അല്ലെങ്കിൽ അതിന് വേറെയും കബറുകളുടെ രീതിയുണ്ട്. ലഹദിന്റെ ഖബറിന്റെ രീതിയുണ്ട്. കുറച്ച് കുഴിച്ചിട്ട് സൈഡിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയുണ്ട്. അത് ഭൂമിയിൽ അങ്ങ് ലയിച്ചാൽ സ്വാലിഹീങ്ങളുടേത് അങ്ങനെ തന്നെ കിടക്കും. അല്ലാത്തത് ഭൂമിയിൽ ലയിച്ചാലും അത് ഭൂമിയിൽ അങ്ങ് കുടിച്ചു പോകും. ഒരിക്കലും അടിവെള്ളത്തിലേക്ക് പോവുകയില്ല. അവിടെ കൊണ്ടുപോയി കുഴൽ കിണർ കുഴിച്ചു കൊടുത്താലൊക്കെ തകരാറ് വരും. അപ്പൊ അതിനുവേണ്ടി ഓരോന്നിനും വെവ്വേറെ സ്ഥാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് ഖബർസ്ഥാനുകളിൽ മറ്റൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഖബർസ്ഥാനിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയിൽ വേറെ ഒരു സംഗതിയും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ വഖഫ് ഭൂമി എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള ശ്രമം അല്ലേ നടക്കുന്നത്. ഇസ്ലാമിലുള്ള വഖഫിന്റെ സമ്പ്രദായം കണ്ടിട്ട് അതിന്റെ ഗുണവും ഫലവും മനസ്സിലാക്കിയിട്ട് മറ്റു പല ആളുകളും ഈ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുരിശ് യുദ്ധകാലത്ത് ഇംഗ്ലീഷുകാരൻ അറബ് നാടുകളിലേക്ക് കയറി വന്നപ്പോ അവിടുത്തെ വഖഫിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചുപോയാണ് ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. ഇംഗ്ലീഷുകാർക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ അവര് മരിച്ചാൽ ചിലരൊക്കെ കുറച്ച് സ്ഥലം കൊടുക്കും, അല്ലെങ്കിൽ ഒരു കോളേജ് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് കോളേജുകൾ ഉണ്ടാക്കി അതെല്ലാം ചേർത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികളെല്ലാം വഖഫിലൂടെ വന്നിട്ടുള്ളതാണ്. പറയാൻ കൂടുതൽ സമയം ഇല്ല, ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് നാം ഔലിയാക്കന്മാരുടെ സഞ്ചാര പദങ്ങൾ, അവർ പോയിട്ടുള്ള മാർഗങ്ങൾ,
അവർ ഈ നാട്ടിൽ കാണിച്ചിട്ടുള്ള സമ്പ്രദായങ്ങളും ആചാരങ്ങളും അതിലെല്ലാം അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളെ അന്വേഷിച്ച് പഠിക്കാൻ തയ്യാറാകണം. പഠിക്കാൻ താല്പര്യമില്ലാത്തവർ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോകണം. അതിന് തകരാറുകൾ വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്നവർ അവരെല്ലാം തന്നെ ക്രമേണ അതിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും നീണ്ട ദിവസങ്ങളിൽ നടക്കുന്ന വാളുകൾ, ഓരോ ദിവസവും വിവിധ വിഷയങ്ങളിൽ നൽകുന്ന ഉറുദികളിലൂടെ പതിവായി ഇവിടുത്തെ വാളുകൾ കേൾക്കുന്ന ആളുകൾക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ വന്ന് ഇവിടെ നൽകുന്ന നേർച്ചകളിൽ നിന്ന് ഒരുപാട് മുതഅല്ലിമുകൾ പഠിച്ചു വളർന്ന് അവര് വലിയ വലിയ പണ്ഡിതന്മാരായി മാറുന്നു. അതുപോലെ തന്നെ ഒരുപാട് മഹല്ലുകളിൽ ആളുകൾക്ക് രോഗചികിത്സയ്ക്കും കുട്ടികളെ കെട്ടിക്കാനും വീടുണ്ടാക്കാനും എല്ലാ ആവശ്യവും അതിന് തങ്ങളെ കൊണ്ട് തന്നെ നടക്കുകയാണ്. എന്നാൽ അതോടൊപ്പം ഈ മഹല്ലുകളിലൊക്കെ ഒരുപാട് വലിയ പണക്കാരായ ആളുകളുണ്ട്. അപ്പൊ പുറത്തുനിന്നിപ്പോ കുമ്പോൽ ആറ്റക്കോയ തങ്ങൾ, കുമ്പോൽ കുഞ്ഞുക്കോയ തങ്ങൾ അവർകൾ രണ്ടുപേർക്കും അല്ലാഹു തആല നല്ല ആരോഗ്യം കൊടുക്കട്ടെ. നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് കൊണ്ട് അല്ലാഹു നമുക്കും കരുത്ത് നൽകട്ടെ. താങ്കൾ അവർകൾ വലിയൊരു ആടിനെ കൊടുത്തയച്ചു. 100 കിലോ എന്ന് പറഞ്ഞു അനിഫാജി, 100 കിലോ ആടോ? അനിഫാജി പറയും 100 കിലോ ഉണ്ട്. എന്തായാലും വലിയൊരാട്. അങ്ങനത്തെ ഒരുപാട് ആടുകൾ വരും. ആടുകളെയും മറുത്ത് ചോറും വെച്ച് ആളുകൾക്കെല്ലാം ഭക്ഷിപ്പിക്കും. അപ്പൊ ഈ നേർച്ചകൾ കൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ട് ഈ നാട് മുഴുവനും നടക്കുന്നു. നാട്ടുകാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊക്കെയുള്ള പണം ചെലവാക്കാൻ നിങ്ങൾക്ക് മാർഗമില്ല. പള്ളിക്കും കൊടുക്കണ്ട, മദ്രസക്കും കൊടുക്കണ്ട, മുതഅല്ലിമിനും കൊടുക്കണ്ട, ഉസ്താദിനും കൊടുക്കണ്ട. അതിനൊക്കെ ചാൻസ് കുറവാണ്. എന്നാൽ നല്ലോണം മനസ്സറിഞ്ഞ് സ്വയം കൊടുക്കുന്നവരുണ്ട്. അല്ലാഹു നിറയെ ബറക്കത്തുകൾ ഏറ്റിത്തരട്ടെ. അപ്പൊ നല്ല ക്യാഷ് ചെലവാക്കിയിട്ട് ഇവിടെ ഇപ്പതാ നല്ലൊരു അറബിക്കല്ലൂരി, അറബി കോളേജ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കണം. വലിയ മസ്ജിദിന്റെ കോംപ്ലക്സിന് നാളെ തറക്കല്ലിടാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് വിശാലമായ ഭൂമികൾ വാങ്ങിയിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ നമ്മൾ ഇടക്കാലത്ത് ദർസും മറ്റുമൊക്കെ ഇല്ലാതായി പോയപ്പോ, അതുപോലെ കർണാടകയിലും മുതഅല്ലിമുകൾ ചില ഭാഗങ്ങളിലൊക്കെ കുറഞ്ഞു വരുന്ന രീതിയൊക്കെ ഉണ്ടായപ്പോ ഇവിടെ അതിനൊന്നും തടസ്സമുണ്ടായില്ല. നല്ല നല്ല മുതഅല്ലിമീങ്ങൾ വന്നു. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ പഴയകാലത്തെ ദർസുകളിൽ പഠിച്ചതുപോലെ, പഴയകാലത്തെ ദർസുകളിലൊക്കെ ഫാരിസി ഭാഷ പഠിക്കും. ഇന്ന് ഫാരിസിയുടെ സ്ഥാനത്തുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. താജുൽ ഉലമയെ പോലെ കണക്ക് കൂട്ടാൻ പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നില്ല. നോക്കിയിട്ട് പറയും ഒരു തെങ്ങിന്റെ ഉയരം, ട്രിഗോണമിതിയും അതുപോലെയുള്ള ആൾജിബ്രയും എല്ലാ കണക്കുകളും അവർക്കറിയാമായിരുന്നു. അങ്ങനത്തെ ഹിസാബുകൾ മസ്ജിദിൽ വെച്ചല്ലേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹിസാബ് എന്ന മാത്തമാറ്റിക്സ്, ഹന്തസ, എഞ്ചിനീയറിംഗ്, ഫൽസഫ, ഫിലോസഫി, മന്തിഖ്, ലോജിക്സ്, ഇതൊക്കെ പള്ളിയിലാണ് ചൊല്ലിക്കൊടുത്തത്. ഖാദിയും ഹംദുള്ളയും താജുൽ ഉലമ നടന്നിട്ടല്ലേ ദർസ് നടത്തിയത്. അങ്ങനത്തെ ആധുനിക ശാസ്ത്രത്തിൽ അവർക്ക് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ അറബിക് കോളേജ് പേരിൽ ഇംഗ്ലീഷില്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസും മാത്തമാറ്റിക്സും ഇക്കണോമിക്സും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ച് അവര് മദനി ആലിമായി തീരുമ്പോൾ ജഡ്ജും വക്കീലായി മാറുന്നു. പിന്നീട് അവര് ജഡ്ജായി മാറുന്നു. ഉള്ളാളത്തുകാരായ മുതഅല്ലിമുകൾ മർക്കസിൽ വന്ന് പഠിച്ചിട്ട് ലോയർ ആയിട്ടുണ്ട്. അവർക്ക് സമ്മാനം കൊടുത്തോ നിങ്ങള്? സമ്മാനം കൊടുക്കണം. നമ്മുടെ ഈ മഹല്ലുകളിൽ നിന്ന് പഠിച്ച കുട്ടികൾ ലോയർ, അതേ രീതിയിൽ ഡോക്ടർ, അങ്ങനെയുള്ള ഒക്കെ പഠിച്ച് മികവ് നേടി വരുമ്പോൾ അവർക്കൊക്കെ നല്ല സമ്മാനം കൊടുത്തിട്ട് പ്രോത്സാഹനാക്കണം. മർക്കസിന്റെ കോളേജിൽ പഠിച്ചിട്ട് ലോയറായവര് ജഡ്ജായി, അതുപോലെ സുപ്രീം കോടതി പോലുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട്. ഇവിടുത്തെ വലിയ വലിയ മന്ത്രിമാരൊക്കെ എൻ്റെ കൂടെ സെക്രട്ടറി ആയി വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ മെഡിസിൻ പഠിച്ചിട്ട് മുതഅല്ലിമുകൾ, നല്ല മുതഅല്ലിമുകൾ മെഡിസിൻ പഠിച്ചിട്ടതാ
സൗദിയിലെ രാജാവ് വിളിച്ച കോൺഫറൻസിന് ഏതാനും 3 മാസം മുമ്പ് ഒരു കുട്ടി പോയിട്ട് അറ്റൻഡ് ചെയ്തു വന്നു. ഇസ്ലാമിക് തിബ്ബ്, അറബിയിൽ മെഡിസിൻ സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട്. ഇപ്പൊ മലേഷ്യയിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മെഡിസിനും കിതാബും ഒന്നിച്ചു പഠിക്കുന്നുണ്ട്. അങ്ങനെ പല ശാസ്ത്രശാഖകളും ഒന്നിച്ചു പഠിക്കാനുള്ള അവസരം. എഞ്ചിനീയറിംഗിന്റെ എല്ലാ ശാഖകളും തമിഴ്നാട്ടിലെ രാമനാട് വെച്ച് നമ്മുടെ മദീനത്തുന്നൂറിന് കീഴിൽ പഠിക്കുന്നുണ്ട്. മദീനത്തുന്നൂർ നിങ്ങൾക്കൊക്കെ പരിചയം ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. അതങ്ങനെ ആളുകൾക്കിടയിൽ കൂടുതൽ പരിചയപ്പെടുത്താറില്ല, അതിന്റെ ആവശ്യവും ഉണ്ടാകാറില്ല. എന്നാൽ കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കൊക്കെ അറിയാം. കേരളത്തിലും കർണാടകയിലൊക്കെ ഉള്ള സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സ്ഥാപനമാണ് മദീനത്തുന്നൂർ എന്ന് പറയാൻ കാരണം, അതിലുള്ളൊരു മുത്തഅല്ലിം ഇപ്പോ IFS എടുത്തിട്ട് അംബാസഡറായി. മുത്തഅല്ലിമീങ്ങളിൽ നിന്നും മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നോ അമേരിക്കയിൽ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന് പോയിട്ടുള്ളത് ആകെ 2 പേരാണ്. അത് രണ്ടും നൂറാനികളാണ്. അതുപോലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് മറ്റൊരു കുട്ടി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിൽ പോയി PhD കഴിഞ്ഞിട്ട്, അതും നൂറാനിയാണ്. ഒരു 30ഓളം PhD-കാരുണ്ട്. നമ്മളെ സൂറത്കൽ അതിന്റെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്, മംഗലാപുരത്ത് സൂറത്കൽ. അതുപോലെ കാസർഗോഡ് പടന്നയിലുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കൊല്ലം വരെ 40 ക്യാമ്പസുകളുണ്ട്. എല്ലാ ക്യാമ്പസിൽ നിന്നും പാസ്സാകുന്നവർക്ക് ഒരു PG പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ 20 ഏക്കർ വരുന്ന വലിയൊരു ക്യാമ്പസ് പണിയുകയാണ്. അതിനുവേണ്ടി കുറച്ച് ഭൂമി കച്ചവടം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അതിനുവേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവിടെ ഞങ്ങള് ഒരു ബുദ്ധിജീവികളുടെ ഒരു കേന്ദ്രമായി മാറ്റാൻ വേണ്ടി കവികള്, സാഹിത്യകാരന്മാര്, വലിയ ഫുഖഹാക്കള്, ഈ മാത്തമാറ്റീഷ്യൻസ്, ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വീടുകൾ ഉണ്ടാക്കി അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ ആബിദുകളായ സയ്യിദന്മാര്, എല്ലാ പാവപ്പെട്ട ആളുകളെ നോക്കിയിട്ട് അവർക്കുണ്ടാക്കി കൊടുക്കുന്നത് നാടുനീളെ നടക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ ഇത്തരം തലങ്ങളിൽ നിൽക്കുന്ന ആളുകളെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സമ്പ്രദായം നടക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള 10ഓ 20ഓ വീടുകളും കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടാക്കണം എന്ന ഉദ്ദേശ്യം ഉണ്ട്. അതിന് അവർക്കൊരു ഭൂമി വാങ്ങിക്കൊടുക്കാൻ, ഒരു പ്ലോട്ട് വാങ്ങിക്കൊടുക്കാൻ, ഒരു 6 ലക്ഷം രൂപയുടെ ഒരു പ്ലോട്ട് വാങ്ങിക്കൊടുക്കാൻ, വീടുണ്ടാക്കാൻ വേണ്ടി 10 ലക്ഷം 10 എണ്ണം ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറെ വേണം. അപ്പൊ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ ചില റയർ കാര്യങ്ങൾക്ക് മാത്രം സഹായിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു വിഷയമാണോ ഞാൻ സഹായിക്കാം എന്ന് പറയുന്നവരുണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറഞ്ഞത്. കാരണം ഇവിടെ അത് പറയേണ്ട ഒരു സന്ദർഭം അല്ലല്ലോ. നിങ്ങളോട് പറയുന്നത് മദനി തങ്ങളുടെ ഹളറത്തിൽ മൊയ്തീൻ സാഹിബ് ബഡ്കലി, മഹാനായ CM വലിയുല്ലാഹിയുടെ മുറബ്ബിയാണ് മൊയ്തീൻ സാഹിബ് അവർകൾ. അല്ലാഹു അവരുടെ എല്ലാം ദറജകൾ ഏറ്റുകൊടുക്കട്ടെ. അവരുടെ എല്ലാം പോരിശകൾ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. അവരുടെ എല്ലാം ഈ ഒരു സ്ഥലത്ത് താജുൽ ഉലമയുടെ ഈ മഖാമിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നമ്മളുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ മുത്തുനബിയുടെ ജീവിതശൈലികൾ പറയുന്ന പുസ്തകം കന്നഡത്തിലുള്ളത് നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആവശ്യമായി നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങിയിട്ട് വായിക്കണം. വായിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, വാങ്ങാൻ വേണ്ടിയല്ല. അതുപോലെ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ള പുസ്തകം, പിന്നെ ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളുടെ ജീവിതവും ഉള്ളാളത്തിന്റെ സൂഫി പാരമ്പര്യവും സംബന്ധിച്ച് ഇസ്മത്ത് ഫജീർ എഴുതിയ കന്നഡ ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉറുദുവിലുള്ള പുസ്തകം ഉണ്ട്. ഇതെല്ലാം വാങ്ങിയിട്ട് നിങ്ങളെല്ലാവരും അവരെ കുറിച്ച് പഠിക്കണം. നമ്മളിത് ചിലപ്പോൾ ഈ നാട്ടുകാരായ ആളുകൾ തന്നെ ആണെങ്കിലും ചിലപ്പോൾ അതൊന്നും പഠിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ പഠിക്കണം, അറിയണം. വരും തലമുറകൾക്ക് നമ്മളതൊക്കെ കൈമാറി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മജീദ് മുസ്ലിയാരാണ്. ഞാൻ നേരത്തെ നിങ്ങൾ തങ്ങളാന്ന് വിചാരിച്ചിട്ട്, നമ്മളെ നാട്ടുകാരനാണ്. കാസർഗോഡ് മാലിക് ദീനാറിലെ മസ്ജിദിലെ ഖത്തീബാണ് അബ്ദുൽ മജീദ് മുസ്ലിയാർ. അതുപോലെ ബഹുമാനപ്പെട്ട ധാരാളം ഉലമാക്കളും സാദാത്തുക്കളും
ഖദരിയ ഗ്രാമത്തിന്റെ ആളുകളും ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഖദരിയ എന്ന് പറഞ്ഞാല് വെള്ളവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിനാണ് നമ്മുടെ ചെങ്കോട്ടയില്, ഡൽഹിയിലെ ചെങ്കോട്ടയിലും ആഗ്രയിലെ താജ്മഹലിന്റെ കോംപ്ലക്സിലും ഒക്കെ ചെന്നാൽ യമുന നദിയിലേക്ക് ഇറങ്ങുന്ന വാതിലിന്റെ പേരാണ് ബാബുൽ ഖദിർ. അത് ഖദിർ അലൈഹിസ്സലാമിനെ ചേർത്തുകൊണ്ടാണ് വെള്ളത്തിലേക്കുള്ള വാതിലുകൾക്കൊക്കെ മുഗൾ രാജാക്കന്മാര് പേര് വെച്ചത്. അതുപോലെ ഉള്ളാൾത്തുകാര് കടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിന് ആ ഖദിർ അലൈഹിസ്സലാമിന്റെ പേരിൽ ഖദരിയ എന്നാണ് പേര് വെച്ചത് എന്നാണ് പറഞ്ഞത് അല്ലേ. ഖദരിയ ഗ്രാമത്തിലുള്ള ആളുകളാണ്. ഖിദിർ രണ്ടും പറയും. അപ്പോ ഇന്ന് ഈ സ്റ്റേജിൽ പ്രത്യേക അതിഥികളായി എത്തിയിട്ടുള്ളത് അതുപോലെ SYSന്റെ പ്രസിഡന്റും അതുപോലെ സംഘടനാ നേതാക്കളും ഒരുപാട് ആളുകൾ വേദിയിൽ വന്നിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഉള്ളാൾ സയ്യിദ് മദനി കോംപ്ലക്സിൽ ഇവിടെയുള്ള കണക്കെഴുതുന്നവരും മാനേജർമാരും അടിച്ചുവാരുന്നവരും ഭക്ഷണം ഉണ്ടാക്കുന്നവരും എല്ലാവർക്കും ഒരു ദിവസം ഈ ഒരു മനസ്സയിൽ വരാനുള്ള ഒരു പ്രത്യേക ആദരവ് കൊടുത്തത് അത് വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറകാത്തുകൾ ചൊരിയട്ടെ. റഹ്മുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ഈ പറച്ചിലും കേൾവിയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട്. ചിലർക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ട് റിപ്പോർട്ട് വന്നവരുണ്ട്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആശുപത്രികളിൽ ICUവിൽ കഴിയുന്നവരുണ്ട്. ഹാർട്ട് രോഗികളുണ്ട്. ഹൃദയം ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ചെയ്യേണ്ടവരുണ്ട്. കിഡ്നി നഷ്ടപ്പെട്ടവരുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങളുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ട്യൂമർ വന്നിട്ട് പഴുപ്പ് ബാധിച്ച് പുറത്തു കടന്നവരുണ്ട്. റബ്ബേ ശിഫ നൽകണേ അല്ലാഹ്. ശിഫാഇന്റെ മഖാമിലാണ്, മഹത്തുക്കളുടെ സാന്നിധ്യത്തിലാണ്, സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസിലാണ്, സയ്യിദന്മാര് നിറഞ്ഞു നിൽക്കുന്ന ഒരു മജ്ലിസിലാണ് ഞങ്ങൾ ചോദിക്കുന്നു. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കന്മാര്, പണ്ഡിതന്മാര്, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. അവരുടെ തണലിലായി ഞങ്ങളെ ദീർഘകാലം ജീവിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കന്മാര്, ഗുരുനാഥന്മാര്, ബന്ധുക്കൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ. ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരണം റഹ്മാനെ. കേസുകളിൽ കുടുങ്ങിയവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ജയിലിൽ കഴിയുന്നവരുണ്ട്, മോചിതരാക്കണേ അല്ലാഹ്. വിദേശത്ത് ജയിലിൽ അകപ്പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കുറ്റവാളികളല്ലാതെ തന്നെ കുടുങ്ങിപ്പോയവരാണ്, നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളുടെ സ്ത്രീകൾക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. അറിവ് കൊടുക്കണേ അല്ലാഹ്. നല്ല കാരുണ്യം നൽകണേ അല്ലാഹ്. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നവരാണ്. കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നവരാണ്. ദീനിന്റെ ഖാദിമാത്തുകളാണ്. മുതഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവരാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. നിസ്കാരം നിർവഹിക്കുന്നവരാണ്. അവരെ എല്ലാവരെയും നീ ആ രൂപത്തിലാക്കണേ അല്ലാഹ്. ശിഫയും സലാമത്തും നൽകണേ അല്ലാഹ്. വിദേശികളായ ഒരുപാട് ആളുകൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരെല്ലാം ഈ സ്ഥാപനത്തെ, ഇതിനോട് ദർഗയോടനുബന്ധിച്ചു വരുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ കച്ചവടത്തിലും ജോലിയിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചുപോയി. ഈ ഖബർസ്ഥാനിൽ തന്നെ കിടക്കുന്നുണ്ട്. ഉള്ളാൾ അബ്ബാസ് ഹാജിയെ പോലുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. സന്തോഷമാക്കണേ അല്ലാഹ്. സമീപകാലത്ത് മരിച്ചുപോയവരുണ്ട്.
മുംതാസ് അലി സാഹിബിനെ പോലുള്ള ഒരുപാട് അധ്വാനിച്ചവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, പ്രവർത്തകരുണ്ട്. റബ്ബേ, മരിച്ചുപോയ ആളുകൾ ഈ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിന്നവരുണ്ട്. ഇബ്രാഹിം ഹാജി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കും നല്ല ഹിമ്മത്ത് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ പൈസയും കൈകാര്യം ചെയ്യാനും, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനും തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അതിനുവേണ്ടി ഉറക്കമൊഴിക്കുന്നവർക്കും പട്ടിണി കിടക്കുന്നവർക്കും അതിന്റെ പേരിൽ നീ ഒരു രോഗവും നൽകല്ല അല്ലാ. നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. اللهم بحق ذاتك وصفاتك وأسمائك وبحق جميع الأنبياء والأولياء والصالحين وبرحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين.